അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭാഗ്യമുള്ള സ്ത്രീകളെക്കുറിച്ചാണ്. ഭാഗ്യമുള്ള സ്ത്രീകളുടെ 6 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലും. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗഭാഗ്യം എന്നത് അവളുടെ ഈമാൻ, സ്വഭാവശുദ്ധി, സൽഗുണങ്ങൾ എന്നിവയാണ്. ഇസ്ലാമിൽ സ്ത്രീക്ക് കുടുംബത്തിലും സമൂഹത്തിലും വളരെ ഉയർന്ന സ്ഥാനവും മഹത്വവുമാണ് നൽകിയിരിക്കുന്നത്. ഒരു നല്ല സ്ത്രീയെ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് എല്ലാവരും തേടുന്നത് ഭാഗ്യമുള്ള ജീവിതത്തെയാണ്. ചിലർ ധനത്തെയാണ് ഭാഗ്യമെന്ന് വിചാരിക്കുന്നത്, ചിലർ സൗന്ദര്യത്തെയും പ്രശസ്തിയുമാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ ഹൃദയമാണ്. അവൾ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും. ഭാഗ്യമുള്ള സ്ത്രീകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലും. ഒന്നാമത്തെ അടയാളം, ആദ്യത്തെ കൺമണി പെൺകുട്ടി ആവുക എന്നതാണ്. ഒരു വീട്ടിൽ ആദ്യമായി ജനിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാകുന്നത് ഇസ്ലാമിൽ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ വീട്ടിലേക്ക് കരുണയും നന്മയും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും പെൺമക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമെന്നും. ഇന്ന് ചിലർ ആൺകുഞ്ഞിനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ലൊരു പെൺകുട്ടി. അവൾ വളരുമ്പോൾ മാതാപിതാക്കൾക്ക് സ്നേഹവും പരിചരണവും കരുതലും നൽകുന്നവളായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ കൺമണി പെൺകുട്ടിയാകുന്നത് തന്നെ വലിയ ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം, താമസിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നതാണ്. വിവാഹത്തിന് ശേഷം സന്താന അനുഗ്രഹം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികൾ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. വീട്ടിലെ സമാധാനവും സന്തോഷവുമാണ് കുഞ്ഞുങ്ങൾ. കുട്ടികളില്ലാത്തവർ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് മക്കളെ ലഭിച്ചവർ അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, നല്ല ദീനിയായ മക്കളായി വളർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അടയാളം, ദീനുള്ള ഭർത്താവിനെ ലഭിക്കുക എന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ദീനുള്ള ഭർത്താവ്. ദീനുള്ള ഭർത്താവ് ഭാര്യയെ അള്ളാഹുവിലേക്കാണ് നയിക്കുക. അവളെ ഹറാമിൽ നിന്ന് തടയും, സ്നേഹത്തോടെയും കരുണയോടും പെരുമാറും, കുടുംബത്തെ നന്മയുടെ വഴിയിൽ നയിക്കും. നാലാമത്തെ അടയാളം, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം തഖ്വയാണ്. എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവളാണ്. പ്രശ്നങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും ആളുകൾ ഉപേക്ഷിച്ചാലും എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നവളാണ് യഥാർത്ഥ സ്ത്രീ. അഞ്ചാമത്തെ അടയാളം, അറിവ് നേടാനുള്ള താല്പര്യം. അറിവുള്ള സ്ത്രീ കുടുംബത്തെ തന്നെ മാറ്റിമറിക്കും. അവൾ തൻ്റെ മക്കളെ നല്ലവരാക്കി വളർത്തും. അവൾ ശരിയും തെറ്റും തിരിച്ചറിയും. അറിവ് മനുഷ്യനെ ഉണർത്തും. ദീൻ പഠിച്ച സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. ആറാമത്തെ അടയാളം, പ്രസന്നമായ മുഖവും പുഞ്ചിരിയുമാണ്. ഒരു പുഞ്ചിരിക്ക് പോലും ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പുഞ്ചിരിയോടെയാണ് ജീവിച്ചത്. പ്രസന്നമായ മുഖമുള്ള സ്ത്രീ വീട്ടിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാന തആലയുടെ ബർക്കത്ത് കൊണ്ട് ഭാഗ്യമുള്ള സ്ത്രീകളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മളെല്ലാവരെയും. ആമീൻ. അസ്സലാമു അലൈക്കും.